എന്നുള്ള പാട്ടാണ് നമ്മൾ ആദ്യം പാടുന്നത്. ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. 247 പാട്ട് പേരിനോട് ചേർന്ന് നമുക്ക് പാടാം. യേശുവേ നിൻ ക്രൂശിങ്കൽ എന്നും ഞാൻ വസിക്കും. സൗഖ്യം നൽകും പോറ്റുതാൻ അങ്ങു നിന്നോടേക്കും. ക്രൂശിങ്കൽ ക്രൂശിങ്കൽ എൻ മഹത്വം എന്നും സ്വർഗ്ഗനാട്ടിൽ സ്വസ്ഥം ഞാൻ കണ്ടെത്തും വരേക്കും. ക്രൂശിങ്കൽ ക്രൂശിങ്കൽ എൻ മഹത്വം എന്നും സ്വർഗ്ഗനാട്ടിൽ സ്വസ്ഥം ഞാൻ കണ്ടെത്തും വരേക്കും. ക്രൂശിങ്കൽ സദാ കാട്ടുകേ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ക്രൂസിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തിയും ആകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും ദാതാവായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല വെള്ളിയാഴ്ചയുടെ മധ്യാഹ്ന സമയത്തിനായി തിരുനാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ ആലയത്തിൽ വന്നങ്ങെ ആരാധിപ്പാൻ ഈ ദേശത്ത് ഒരു ദൈവാലയത്തെ അവിടുന്ന് ദാനമായിട്ട് നൽകിയ കൃപയോർത്ത് സ്തോത്രം. 94 വർഷം മുമ്പ് കർത്താവെ ഈ ആലയത്തെ അവിടുന്ന് ഒരുക്കുകയും ജനത്തെ അവിടുന്ന് പടിപടിയായി ആത്മീയതയിൽ ഭൗതികതയിലും വളർത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത എല്ലാ നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം അർപ്പിക്കുന്നു. ആലയത്തിൻ്റെ നന്മ കൊണ്ട് പുഷ്ടി കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും തൃപ്തി പ്രാപിച്ച് വളരുവാൻ അവിടുന്ന് ഇടവരുത്തിയ കൃപയോർത്ത് സ്തോത്രം. ഈ ദൈവാലയം കർത്താവെ ആലയത്തിലെ അംഗങ്ങൾക്കും കുടുംബങ്ങൾക്കും മാത്രമല്ല, ഈ ദേശത്തിന് തന്നെ അനുഗ്രഹമായി വിളക്കായി നിൽക്കുവാൻ അവിടുന്ന് സഹായിച്ച കൃപകളോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഒരു പൊതുവഴിയുടെ അരികിലായിരിക്കുന്ന ഈ ദൈവാലയം അനേക ജനത്തിന്, പൊതുസമൂഹത്തിന് വളരെ സ്വീകാര്യമായി പ്രാർത്ഥനയുടെ സ്ഥലമായി, പ്രാർത്ഥനാ കേന്ദ്രമായി അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക കർത്താവെ, ഈ നാളുകളിൽ സഭാ കമ്മിറ്റിയായി ഈ സ്ഥലത്ത് ഇപ്രകാരം ഒരു കുരിശ് സ്ഥാപിച്ചുകൊണ്ട് കർത്താവെ പൊതുവിലുള്ള ജനത്തിനും കർത്താവ് വിശ്വാസ സമൂഹത്തിനും
താല്പര്യമുള്ള എല്ലാവർക്കും ദൈവത്തിലേക്ക് കടന്നു വരുവാൻ, ക്രിസ്തുവിലേക്ക് വരുവാൻ, കുരിശിലൂടെയുള്ള രക്ഷ ഹൃദയങ്ങളിലും ആത്മാവിലും സ്വീകരിക്കുവാൻ ഇപ്രകാരം അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു നല്ല വെള്ളിയാഴ്ച ദിവസം ശാപമായ കുരിശിനെ അവിടുന്ന് രക്ഷയുടെ പ്രതീകമാക്കി മാറ്റിയ, രൂപപ്പെടുത്തിയ കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് കുരിശ് ചുമന്നതിലൂടെ, അങ്ങേ കുരിശ് വഹിച്ചതിലൂടെ കുരിശിന് ശാപമോക്ഷം ലഭിച്ച് അത് രക്ഷയുടെ, സന്തോഷത്തിൻ്റെ, പ്രത്യാശയുടെ, നിത്യജീവൻ്റെ പ്രതീകമായി മാറിയതുപോലെ കർത്താവെ, ഈ കുരിശ് ഞങ്ങളിവിടെ സ്ഥാപിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ഇത് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങൾക്കും രക്ഷ ലഭ്യമാകുവാൻ അവിടുന്ന് സഹായിക്കണമേ. കുരിശ് രക്ഷയുടെ പ്രതീകമായി മാറിക്കൊണ്ട് ഞങ്ങൾ നിത്യതയ്ക്കായി ഒരുക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആവശ്യം അറിയിക്കുമ്പോൾ സന്തോഷത്തോടുകൂടെ ഈ കുരിശ് ഇതിൻ്റെ കാര്യാദികളും ദേവാലയത്തിൻ്റെ, പൊതുസമൂഹത്തിൻ്റെ ആവശ്യത്തിനായി പ്രത്യേകമായി വാങ്ങി നൽകി സമർപ്പിച്ചിരിക്കുന്ന പ്രിയ കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്ന സാമുവൽ എന്ന പ്രിയ പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തിനായിട്ട് സ്തോത്രം അർപ്പിക്കുന്നു. അദ്ദേഹം രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. സഭയ്ക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾക്കായിട്ട് നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ ഇപ്രകാരം ഒരു കുരിശ് വാങ്ങി നൽകിയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ പ്രിയ മക്കളുടെ മേലും പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജാസ്മിൻ സാമുവൽ എന്ന പ്രിയ സഹോദരിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും എല്ലാവിധമായ നന്മകളും ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങളും പ്രാപിച്ച് ജീവിക്കാൻ അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. എൻ്റെ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ നാളുകളിൽ അവിടെ നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ടും സ്തോത്രം. തുടർന്നും ദൈവികമായ കൃപകളും ദാനങ്ങളും പ്രാപിച്ച് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായി ഇവിടെ ആയിരിക്കുന്ന കർത്താവേ, ഇത് ഞങ്ങളുടെ വിശ്വാസ ജീവിതവും ആത്മീയ ജീവിതവും വർദ്ധിക്കുന്നതിന് അവിടുന്ന് മുഖാന്തരമാക്കണമേ. ക്രിസ്തുവിലേക്ക് ഞങ്ങളെ നയിക്കപ്പെടുവാൻ ഇത് മുഖാന്തരമാക്കണമേ. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് നൽകണമേ. സകലതും അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ കുരിശിനെ ഇവിടെ സ്ഥാപിക്കുകയും ഇതിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ദൈവത്തിൻ്റെ മഹത്വവും കൃപയും ക്രിസ്തുവിലൂടെയുള്ള രക്ഷയും നിത്യജീവൻ്റെ അനുഭവവും ഏവർക്കും സാധ്യമായി മാറട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തന്നെ. ആശീർവാദം.